പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഡിജിപി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കുടുംബത്തിന് നീതി കിട്ടും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറും വ്യക്തമാക്കി. ആ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടി ആ പിഞ്ചു ബാലികയെ കൊലപ്പെടുത്തിയ ആൾക്ക് ശിക്ഷ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യം നമ്മൾ ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിധി റദ്ദ് ചെയ്യപ്പെടണം. ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരം നടപടികൾ പല കേസുകളിലും സ്വീകരിച്ചതായിട്ടുള്ളതാണ് മനസ്സിലാകുന്നത്. പല നിയമവിദഗ്ധരുമായി സംസാരിച്ചപ്പോഴും അത്തരം അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ഇപ്പോൾ പ്രോസിക്യൂഷനും പോലീസും ഗവൺമെന്റും ബാലാവകാശ കമ്മീഷനും എല്ലാം അടക്കമുള്ളവർ അപ്പീലുമായി പോകുമ്പോൾ ആ അപ്പീലിന്റെ ഭാഗമായി ചേരാൻ കഴിയുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ഭാഗമായി ചേർന്നുകൊണ്ട് ആ കേസിന്റെ ഭാഗമായി ആ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായുണ്ട്. സന്ദീപ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. ഇന്നിപ്പോൾ കെ സുധാകരൻ CBI അന്വേഷണം വേണമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, കുട്ടിയുടെ കുടുംബത്തിന് നിയമസഹായം വേണമെങ്കിൽ നൽകും എന്നുള്ള കാര്യവും പറയുകയാണ്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ? മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണ്? സ്മൃതി പരുത്തിക്കാട്, രാവിലെ ഇപ്പോൾ KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരൻ ഈ വീട്ടിലെത്തി നേരിട്ട് സന്ദർശനം നടത്തി. ഈ കുടുംബത്തോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കേസ് ഒരു പുനരന്വേഷണം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് നീതി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ്. ഈ സർക്കാരിന്റെ കാലത്ത് അത്തരമൊരു നടപടി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്, സഹകരണത്തോടെയാണ് അങ്ങനെ സമീപിക്കുക. കോൺഗ്രസ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രാദേശികമായിട്ട് ഒരു ഉപസമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ആ ഉപസമിതി ഈ വീടുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കും. ഇവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കും, കൃത്യമായി ആ കാര്യങ്ങളെ വിലയിരുത്തും. ഓരോ ദിവസവും അവർ വീടുമായി ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപസമിതിയെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നുള്ളതാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വർഗ ബഹുജന സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് ആകെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോ കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് സായാഹ്ന ധർണ സംഘടിപ്പിക്കുവാൻ വേണ്ടി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. മകളെ മാപ്പ് എന്ന പേരിൽ അത്തരമൊരു പരിപാടി ഇന്ന് വൈകുന്നേരവും സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും നടത്തുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. കെ സുധാകരൻ മറ്റു ചില കാര്യങ്ങളും പ്രതികരിക്കുകയുണ്ടായല്ലോ. ഇപ്പോൾ ആലപ്പുഴയിൽ KPCC ജനറൽ സെക്രട്ടറിയുടെ വീട് ആക്രമിച്ചതിനോടും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായിരുന്നു? തീർച്ചയായിട്ടും ആ കാര്യത്തിൽ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന സർക്കാരിന് നേരെ കെ സുധാകരൻ ഉന്നയിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുക, ഇല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള ആക്രമിച്ച് ആളുകളെ പരിക്കേൽപ്പിക്കുക എന്നുള്ളത് ഒരു ഏകാധിപത്യ നിലപാടിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്, അതൊരു പ്രതീകമാണ് പ്രതിഷേധത്തിന്റെ. അതിനെ ഇത്തരത്തിൽ അടിച്ചമർത്തേണ്ട ഒരു കാര്യമില്ല. അടിച്ചമർത്താം എന്ന് കരുതേണ്ട എന്ന താക്കീത് കൂടി ഈ ഘട്ടത്തിൽ കെ സുധാകരൻ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തങ്ങൾക്ക് കരുത്തുള്ള ചെറുപ്പക്കാരുണ്ട്, അതിന്റെ കരുത്തുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ട് പോലും പ്രതിഷേധം തുടരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീടായിരുന്നാൽ എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം. ഇതിനെതിരെ ഇനി ഒരാൾക്കെങ്കിലും, യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രവർത്തകനെങ്കിലും ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധം നടത്തുവാനും എന്തായിരിക്കും പ്രത്യാഘാതം എന്ന് കാണിച്ചു കൊടുക്കുവാനുമുള്ള കരുത്തുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്.